അതിന്റെ കാരണമറിഞ്ഞപ്പോൾ അയാളുടെ ദേഷ്യം ആളിക്കത്തി. കാശി രാജാവിന് വിചിത്രവീര്യന്റെ പൗരുഷത്തിൽ സംശയമുണ്ടുപോലും. ശേഷം ഭീഷ്മ പൊട്ടിത്തെറിച്ച് അവിടേക്ക് തിരിച്ചു. സ്വയംവരം നടക്കുന്ന ദിവസമായിരുന്നു അന്ന്. അംബ, അംബിക, അംബാലിക എന്നിവരായിരുന്നു അവർ. അവരുടെ സന്തോഷത്തിന് തീയിട്ടുകൊണ്ടായിരുന്നു ഭീഷ്മയുടെ വരവ്. ആ 3 പെൺകുട്ടികളെയും ഭീഷ്മ ഒറ്റയ്ക്ക് തട്ടിക്കൊണ്ടുപോയി. സ്വയംവരത്തിന് വന്ന രാജാക്കന്മാരെല്ലാം ഭീഷ്മയുമായി ഏറ്റുമുട്ടി. പക്ഷെ കാര്യമൊന്നുമുണ്ടായില്ല. അതിഭീകരമായ അവസ്ഥയിൽ അവരെല്ലാം ഭീഷ്മയുടെ മുന്നിൽ തോറ്റുവീണു. പോകുന്ന വഴിയിലാണ് പെൺകുട്ടികളിൽ ഒരാളായ അംബ ഒരു കാര്യം ഭീഷ്മയോട് പറയുന്നത്. ഭീഷ്മ, എന്നെയെങ്കിലും വെറുതെ വിടൂ. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ഇപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. സാൽവ മഹാരാജാവിനെ ഞാൻ ഭർത്താവായി സ്വീകരിച്ചതാണ്. ഭീഷ്മ അംബയുടെ വാക്കുകൾ കേട്ട ഭാവം നടിച്ചില്ല. തന്റെ രാജ്യത്തിനെ അപമാനിച്ചതിന്റെ ആഘാതം അയാളുടെ കണ്ണിൽ തീ പോലെ കത്തുന്നുണ്ടായിരുന്നു. ഹസ്തിനപുരത്തെത്തിയ ശേഷം വിചിത്രവീര്യന് ആ 3 സമ്മാനം ഭീഷ്മ നൽകി. വിചിത്രവീര്യൻ അവരെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു, ഒരാളെ ഒഴിച്ച്. അംബ. എന്തോ ചില കാരണങ്ങളാൽ അംബയെ വിചിത്രവീര്യൻ ഇഷ്ടപ്പെട്ടില്ല. ഭീഷ്മ ഒരു തവണ അയാളോട് പറഞ്ഞു നോക്കിയെങ്കിലും കാര്യമുണ്ടായില്ല. അയാളുടെ തീരുമാനം ഉറച്ചതായിരുന്നു. ഭീഷ്മ ആകെ ഒരു ആശയക്കുഴപ്പത്തിലായി. അംബയെ എന്ത് ചെയ്യുമെന്ന ചോദ്യം അയാളെ ചിന്തിപ്പിച്ചു.